ഞാൻ വെടിവെച്ചപ്പോൾ നീ ചത്തുന്ന് പേപ്പറിൽ ന്യൂസ് വന്നിട്ടുണ്ട്. ഇത് ഓപ്പറേഷൻ തിയേറ്റർ ഒന്നുമല്ല, പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മുറിയാ. ഒരേ ഒരു ചോദ്യം, എത്ര പണമുണ്ട്, അതെവിടേക്കാ കൊണ്ടുപോകുന്നത്? രാവണ ശിവയുടെ പുതിയ മൊബൈൽ നമ്പർ എത്രയാ? ഈ ഉത്തരങ്ങൾ നീ പറഞ്ഞില്ലെങ്കിൽ ഈ ലോകത്തിൽ ആദ്യമായി ജീവനോടെ പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടുന്നത് നീയായിരിക്കും. ഡോക്ടർ. സാർ, ഞാൻ പറയാം സാർ. ഹായ് റാം. നമ്മുടെ ബാച്ചിൽ ആരെങ്കിലും ഗുജറാത്തിലുണ്ടോ? നമ്മുടെ റാംജിക്ക് കളക്ടറായിട്ട് ഗുജറാത്തിലെ പോസ്റ്റിംഗ്. എല്ലാരും ഇപ്പോഴും എന്റെ ഗ്രൂപ്പിൽ തന്നെ ഉണ്ട്. ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. എല്ലാരും കോൺഫറൻസ് കോളിലിട്ട് എന്നെ ഒന്ന് വിളിക്കും. ഓക്കെ റാം, ഇമീഡിയറ്റ്ലി. ഹായ് സന്തോഷ്. ഓക്കെ. ഗുജറാത്തിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഉദയ്പൂർ വഴി മാത്രമേ പോകാൻ പറ്റൂ. ബോലിയെ ഗുജറാത്ത് മുതൽ രാജസ്ഥാൻ വരെയുള്ള ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയക്കാർക്കൊക്കെ പണം ആവശ്യം പോലെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ജയ്സൽമേർ കഴിഞ്ഞ് പാകിസ്ഥാൻ റൂട്ടിൽ പോകുമ്പോൾ ഗാങ്സ്റ്റേഴ്സിന്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. അവിടെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ വെപ്പൺസ് കൊണ്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്. ഐ വിൽ ടേക്ക്. DGP സംസാരിച്ചു. രാജസ്ഥാനിലെ മുഴുവൻ ഫോഴ്സിനെ യൂസ് ചെയ്തോളം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അവർ ജയ്സാൽമർ സിറ്റി കഴിഞ്ഞിട്ടുണ്ടാവും. മരുഭൂമി ഏരി വെച്ച് നമുക്ക് അവരെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഈ ഓപ്പറേഷൻ വിജയകരമായി തീർക്കണം റാം. ഇന്ത്യൻ സിവിൽ സർവീസ് ഹിസ്റ്ററിയിലെ നമ്മുടെ ബാച്ചിന് വേണ്ടി ഒരു റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യണം. നീ അവരെ അവൻ രക്ഷപ്പെടാൻ നോക്കൂ. വേഗം മാറ്റിയില്ല. വലിയൊരു കോട്ടയുണ്ട്.
അറസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോവാല്ലേ? മര്യാദയ്ക്ക് എന്നെ കൊന്നേക്ക്. എന്നെ നാണം കെടുത്താൻ വേണ്ടി തിരുനെൽവേലിക്ക് കൊണ്ടുപോയെന്ന് വെച്ചോ, നാട് മുഴുവൻ ചോരപ്പുഴ എടുത്തു ഞാൻ. ക്യാപ്റ്റൻ യെസ്. എന്താടാ പാതി വഴിയിൽ നിർത്തിക്കളഞ്ഞ്? പേടിച്ചു പോയല്ലേ? നിന്റെ തീരുമാനമേ മാറ്റിക്കളഞ്ഞല്ലേ? സിറ്റി പോലീസ് രാജസ്ഥാനിൽ വെച്ച് എൻകൗണ്ടർ നാണമാകുന്നില്ലടാ. നിന്നെ ഞാൻ കൊല്ലാനും പോകുന്നില്ല, നിന്റെ പേരിൽ കേസ് കൊടുക്കില്ല, നിന്നെ ജയിലിലും ആക്കില്ല. ജീവനോടെ വിട്ടേച്ചു പോവുക. നീ അങ്ങനെ പെട്ടെന്ന് മരിച്ച ജീവന്റെ വിലയെ അറിയില്ല, മരണത്തിന്റെ വേദന അറിയില്ല. നീ തന്നെയല്ലേ പറഞ്ഞേ, മകന്റെ ചിരയ്ക്ക് അച്ഛൻ കൊള്ളിവെക്കുന്നതും കൊച്ചുമകന്റെ ചിരയ്ക്ക് മുത്തച്ഛൻ കൊള്ളിവെക്കുന്നതും ഗതികേടാണെന്ന്. ശരിക്കുള്ള ഗതികേട് എന്താണെന്ന് അറിയാം നിനക്ക്? നമ്മുടെ ചിരയ്ക്ക് തീ കൊടുത്തുമ്പോഴാ. നീ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 250 കിലോമീറ്റർ ചുറ്റളവില് ഒരു വീടോ ഒരു തുള്ളി വെള്ളമോ ഒരിറ്റ് തണലോ നിനക്ക് കിട്ടില്ല. നിന്റെ ശബ്ദം കേൾക്കാൻ ഒരു ജീവി പോലും ഉണ്ടാവില്ല. ജീവിക്കാനുള്ള കൊതി കൊണ്ട് നീ നടക്കാൻ ആരംഭിച്ച ഒരാഴ്ച കൊണ്ട് ചാവും നീ. ഓടാൻ തുടങ്ങിയ ഒരു ദിവസം മതി മരിക്കാൻ. ഇഞ്ചിഞ്ചായി നിന്നെ മരണം പുൽകുന്നത് നിന്റെ കണ്ണുകൊണ്ട് തന്നെ കാണോടാ. നീ ഒന്നോടെ കേട്ടോ, നീ ലങ്കയിലേക്ക് പോയതിന് തെളിവുണ്ട്, പക്ഷെ നീ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നതിന് യാതൊരു തെളിവുമില്ല. നിന്റെ തന്തയുണ്ടല്ലോ, സ്വാമിയെ ഭയന്ന് ഓടിപ്പോയെന്ന് നാട്ടുകാർ ഇന്ന് വരെ കരുതിയിരിക്കുന്നേ. നീയും നിന്റെ മരണം ഭയന്ന് ഓടിപ്പോയെന്ന് ചരിത്രത്തിൽ ഞാനും എഴുതി ചേർക്കാം.